തികഞ്ഞ ഇസ്ലാം മത വിശ്വാസിയായ സജി നിസാൻ ഒരു ഗീതാ പണ്ഡിതൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു പുതുമയുള്ള കാര്യമാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ഗീതയെക്കുറിച്ചുള്ള അഭിപ്രായവും അതിലൂടെ അദ്ദേഹം കണ്ടെത്തിയ ലോകവും നമുക്ക് തിരിച്ചറിയാം. അദ്ദേഹത്തോട് സംസാരിക്കാം. ശ്രീ സജി, ഭഗവത്ഗീത ഒരു മതഗ്രന്ഥം മാത്രമാണോ, അതോ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അതിലുടനീളം കാണാൻ കഴിയുമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ആദ്യമേ തന്നെ ഈ ഗീതാ പണ്ഡിതൻ എന്നുള്ള വിശേഷണത്തിൽ ഞാൻ കുറച്ച് അമ്പരന്നിരിക്കുകയാണ്. ഗീതാ പണ്ഡിതനൊന്നുമല്ല ഞാൻ. ഗീതനോട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ വായിക്കാനിട വന്നു, അതിനോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യം തോന്നി. അത് അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഞാൻ. ചോദ്യം മതഗ്രന്ഥമാണോ എന്ന് ചോദിച്ചാൽ 1251 വർഷം മുമ്പ് ഉണ്ടായ ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കാലഘട്ടം കൂടി ഒന്ന് നോക്കണം. ആ കാലഘട്ടത്തിൽ ഇന്ത്യ പോലും ഇല്ലാത്തൊരു കാലഘട്ടം, ഭാരതവും ഇല്ല ആ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ ഹിന്ദുയിസം ഇല്ല. അപ്പൊ എല്ലാ റിലീജിയനും മുമ്പുണ്ടായ ഒരു ഗ്രന്ഥമാണ് ഈ പറഞ്ഞ എല്ലാ റിലീജിയനും. ഇസ്ലാം ആയാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഹിന്ദുയിസം ആയാലും എല്ലാ റിലീജിയനും മുമ്പേ ഉണ്ടായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന് ശേഷമാണ് സകല മതങ്ങളും ഉണ്ടായത്. അപ്പൊ അതിനെ ഒരു മതത്തിന്റെ ഫ്രെയിമിൽ ഒതുക്കാൻ പറ്റാത്തൊരു ഗ്രന്ഥമാണ്. അത് തികച്ചും ലോകത്തിന് അവകാശപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് ഗ്രന്ഥങ്ങൾ, അതായത് ഗീതയും ഖുറാനും ഒരുപോലെ പഠിച്ച, അല്ലെങ്കിൽ മഹത്തായ രീതിയിൽ അതിനെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിച്ചു എന്ന രീതിയിൽ ഇതിന് സമാനതകളും സാദൃശ്യങ്ങളും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഓരോന്നിനും അതിന്റേതായ സ്ഥാനങ്ങളും അതിന്റേതായ പ്രാധാന്യങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ ഭഗവത്ഗീതനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും അധികം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുള്ള ഗ്രന്ഥമാണ് ബൈബിള്. പക്ഷേ ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെട്ടുള്ള ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഒരു സ്വതന്ത്ര ഗ്രന്ഥമാണ്. അതിന് നമ്മുടേതായ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആ ബുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനം അവിടെ നമുക്ക് പ്രസക്തമാണ്. ഒരു ചെറിയ വ്യാഖ്യാനം നമുക്ക് നോക്കാം ഭഗവത്ഗീതയിൽ. അത് ഇന്ന് എത്രമാത്രം പ്രസക്തമാണെന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, വാർ ഇസ് എ ഡോർ സ്റ്റെപ്പ് ടു ഹെവൻ. യുദ്ധം സ്വർഗത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ്. അതായത് ജയിച്ചാൽ നീ രാജാവും, തോറ്റാൽ നീ വീരസ്വർഗം പ്രാപിക്കും. അപ്പൊ എനിവേ വാർ ഇസ് ഗുഡ് ഫോർ യു. അപ്പൊ ഈ പോയിന്റിനെ ഒന്ന് ഈ മോഡേൺ ഇത്രയും അഡ്വാൻസ് ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ എവറി ചാലഞ്ച് വി ഫേസ് ഇൻ അവർ ലൈഫ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. എന്ത് വെല്ലുവിളിയും നമ്മൾ ഈ ലോകത്ത് ഈ ജീവിതത്തിൽ നേരിടുന്നത് ഒരു അവസരമാണ്. അതിനെ അവസരമായിട്ട് കാണാൻ നമ്മളെ പഠിപ്പിക്കലാണ് ഭഗവത്ഗീത. ഒരു വ്യക്തിവികാസം ആണ് താങ്കളുടെ കോഴ്സുകളുടെയൊക്കെ പ്രത്യേകത. താങ്കളുടെ വ്യക്തിപരമായ വ്യക്തിവികാസത്തിന് ഗീത എത്രത്തോളം സഹായകരമായിട്ടുണ്ട്? ഗീതയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബഹ്റൈനിൽ ഇരുന്നിട്ടാണ്. ഇപ്പൊ നമ്മൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികൾ പ്രത്യേകിച്ച് നോക്കിയാൽ അവരൊക്കെ നാട് വിട്ട് വന്ന് ജോലി ചെയ്യുന്ന പ്രവാസികൾ, ഇവരുടെ മുഖ്യമായിട്ടുള്ള ഒരു ബേസിക് ഇഷ്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണുന്ന ഇൻസെക്യൂരിറ്റിയാണ്. ഇവിടെ ഏത് ലെവലിൽ ജോലി ചെയ്യുന്ന ആളും ഏത് പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളും എത്ര വലിയ ബിസിനസ്സുകാരനും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എപ്പം വേണമെങ്കിലും ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്നുള്ളൊരു ഫീലിംഗിലാണ് അവൻ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ അവന്റെ ചിന്ത മുഴുവനും ഈ ഭാവിയെ കുറിച്ചാണ്. അവൻ എന്താവും, ഭാവിയിൽ എന്താവും, ഈ സൗകര്യങ്ങൾ നഷ്ടപ്പെടുക, ഈ വരുമാനം നഷ്ടപ്പെടുക, ഈ വേദന നഷ്ടപ്പെടുക, ഈ ചിന്തയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഭൂരിപക്ഷം ഉള്ളത്. ഒരു ഉറപ്പില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഈ ക്ഷണം ആസ്വദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു എപ്പോ നോക്കിയാലും ഒരു ഉൾഭയത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കരുത്ത് തരണമെങ്കിൽ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് ആവശ്യമാണ്, അത്യാവശ്യം. കാരണം ഭഗവത്ഗീത നമുക്കൊരു ധൈര്യം തരാണ്. എങ്ങനെ ജീവിതത്തെ ഉൾക്കൊള്ളാം, എങ്ങനെ ജീവിതത്തെ ആസ്വദിക്കാം. ഇത്തരം ഹോളി ബുക്സിന്റെ പവറും സ്റ്റാമിനയും നമ്മുടെ മുന്നോട്ട് പോക്കലിന് ആവശ്യമാണ്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ധാരണ ഇതുപോലുള്ള ഹോളി ബുക്സിനെ കുറിച്ച്, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ ആൾക്കാർ തുടങ്ങേണ്ട ബുക്കാണ്, കുറച്ച് വയസ്സായി കഴിഞ്ഞാൽ. ഇതല്ല ഈ ധാരണ മാറ്റണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആളുകളുടെ ഇടയിൽ. കാരണം ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഡെഡ് ലൈൻ അടുത്തിരിക്കുന്ന ആൾക്കാർ തുടങ്ങേണ്ട ഒരു ബുക്കല്ല. ജീവിതത്തിന്റെ ഒരു ഡെഡ് ലൈൻ അടുത്തിരിക്കുന്ന ആൾക്കാർ തുടങ്ങേണ്ട ഒരു ബുക്കല്ല. ജീവിതം സ്റ്റാർട്ട് ചെയ്യണ ബിഗിനേഴ്സ് തുടങ്ങി വെക്കേണ്ട ഒരു ബുക്കാണ് ഭഗവത്ഗീത. കാരണം ജീവിതം തുടങ്ങി വെക്കുന്നവർക്ക് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്റ്റാമിനയും പവറും എനർജിയും കോൺഫിഡൻസും നൽകുന്ന ബുക്കാണ് ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത ഒരു ന്യൂ ജനറേഷൻ ബുക്കാണ് ആക്ച്വലി.
അല്ലാണ്ട് ഭഗവത്ഗീത ഒരു എല്ലാ ജീവിതവും അവസാനിച്ചവർ വായിച്ചു തുടങ്ങേണ്ട ഒരു ബുക്കല്ല ഭഗവത്ഗീത. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ ദർശനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതൊരു ലോകത്തിന് ഇന്ത്യ കൊടുത്ത ഒരു മഹത്തായ ദർശനം തന്നെയാണ്. ഈ മതസൗഹാർദ്ദത്തിനെ നിലനിർത്താനും വളർത്തിക്കൊണ്ടുപോകാനും ഭഗവത്ഗീത എങ്ങനെയാണ് സഹായിക്കുന്നത് ശ്രീ സജി നിസാൻ? ഭഗവത്ഗീത മതത്തിനും അപ്പുറമാണ്. മതത്തിന് മുൻപേ ഉണ്ടായ ഒരു സംഭവം, മതത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അല്ലെങ്കിൽ തന്നെ ഈ ഹിന്ദുയിസം ഒരു മതമേ അല്ലല്ലോ. ഹിന്ദുയിസം ഒരു ജീവിത ശൈലിയാണ്, ഒരു ലൈഫ് സ്റ്റൈലാണ് ഹിന്ദുയിസം. അപ്പോൾ ഭഗവത്ഗീതനെ ഒരു റിലീജിയന്റെ ഫ്രെയിമിൽ ഒതുക്കുന്നത് ആ ഭഗവത്ഗീതയോട് ചെയ്യുന്ന നീതിയായിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായി ഹിന്ദു കൾച്ചറിന്റെ ബേസ് ആയിട്ട് പലപ്പോഴും, അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ തന്നെ ഹിന്ദു സംസ്കാരത്തിനപ്പുറത്ത് ഹിന്ദു മതം എന്ന ഇന്നത്തെ ആധുനിക ഫോമില് അതിന്റെ മൂല്യ ഗ്രന്ഥമായിട്ട് അല്ലെങ്കിൽ മുഖ്യ ഗ്രന്ഥമായിട്ട് ഭഗവത്ഗീതയല്ലേ മുന്നോട്ട് വെക്കുന്നത്? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? നമുക്ക് ഭഗവത്ഗീതയെ കുറിച്ച് പറയുന്നത് തന്നെ ഓൾമോസ്റ്റ് 1180 ഇത്രയും ഉപനിഷത്തുകൾ ഇന്ത്യയിൽ ഭാരതത്തിൽ ഉണ്ട്. ഏകദേശ കണക്കാണ് പറയുന്നത്, ചിലപ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പോൾ ഭഗവത്ഗീതയെ കുറിച്ച് പറയുന്നത് ഈ 1180 ഇത്രയും ഉപനിഷത്തുകളുടെ ഒരു സമാഹാരമാണ്, അല്ലെങ്കിൽ എത്രയും ഉപനിഷത്തുകളെ മൊത്തം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അമൂല്യ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതായത് ചുരുക്കി പറഞ്ഞാൽ നത്തിങ് ബിയോണ്ട് ഭഗവത്ഗീത എന്ന് വേണേൽ നമുക്ക് പറയാം. കാരണം അത്രമാത്രം നോളജിന്റെ എന്താ പറയാ ഒരു കോർ സംഗതി, കംപ്ലീറ്റ് സബ്സ്റ്റൻസ് ഓഫ് നോളജ്, അതിന്റെ ഏറ്റവും സത്താണ് ഭഗവത്ഗീത. അപ്പോ അത് മനസ്സിലാക്കണം ഒരു ഭാരതീയൻ. അത് ഹിന്ദു ആയതുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയതുകൊണ്ടോ മുസ്ലിം ആയതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടോ ഭഗവത്ഗീതനെ മാറ്റിവെക്കുന്നത് ഒരു വലിയൊരു അറിവിനെ എന്നിൽ നിന്ന് മാറ്റിവെക്കുന്നതിന് തുല്യമാണ്. ഈ ആവർത്തിച്ച് ഇസ്ലാം മതവിശ്വാസി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ഞാനൊരു ഭാരതീയനും കൂടിയാണെന്നുള്ളതൊന്നും മറക്കരുത്.